നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല തീർത്ഥാടനം തുടങ്ങിയതോടെ മികച്ച സംവിധാനമാണ് സർക്കാർ സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഭക്തർക്ക് സഹായകമായി ഫിസിയോതെറാപ്പി സെന്ററുകളും തുറന്നിട്ടുണ്ട്. മല കയറി വരുമ്പോൾ മസിൽ വലിഞ്ഞു മുറുകൽ പോലുള്ള ശാരീരിക അസ്വസ്ഥങ്ങൾ ഉണ്ടാകുന്നവരെ സഹായിക്കാനാണ് ഈ സംവിധാനങ്ങൾ. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റും പത്തനംതിട്ട റീഹാബിലിറ്റേഷൻ പാലിയേറ്റീവ് കെയർ സെന്ററും ചേർന്ന് ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെയാണ് കേന്ദ്രങ്ങൾ തുറന്നിട്ടുള്ളത്. ഫിസിയോതെറാപ്പി സെന്ററുകൾ രണ്ടിടത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ശബരിപീഠത്തിലെ 7-ാം നമ്പർ എമർജൻസി മെഡിക്കൽ സെന്ററിലും സന്നിധാനത്തെ വലിയ നടപ്പന്തലിനോട് ചേർന്നുമാണ് ഫിസിയോതെറാപ്പി സെന്ററുകൾ ഉള്ളത്. മസിൽ, കോച്ചിവലിക്കൽ, ഉളുക്ക്, കൈകാൽ വേദന തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നവർ ധാരാളമായി ഇവിടെ ചികിത്സ തേടുന്നുണ്ട്. ദിവസവും 200ഓളം പേർ ഇവരുടെ സഹായം തേടുന്നു. ശരംകുത്തിയിൽ 3-ഉം സന്നിധാനത്ത് 1-ഉം ഫിസിയോതെറാപ്പിസ്റ്റുമാരാണ് ഉള്ളത്. അയ്യപ്പ ഭക്തർക്ക് മാത്രമല്ല, സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ, ശുചീകരണ തൊഴിലാളികൾ, ഡോളി തൊഴിലാളികൾ തുടങ്ങിയവർക്കൊക്കെ ഈ കേന്ദ്രങ്ങൾ ആശ്വാസമാണ്. ഇവിടെ ദിവസം ഒരു 100ഓളം അയ്യപ്പൻ ഭക്തന്മാരെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അതായത് മസിൽ ക്രാമ്പ്, അതേപോലെ ജോയിൻറ്റ് പെയിൻസ്, അതുപോലെയുള്ള എമർജൻസി സിറ്റുവേഷൻസിന് നമുക്ക് ഒത്തിരി സഹായമാവുന്നുണ്ട് ഫിസിയോതെറാപ്പി അയ്യപ്പന്മാർക്ക്. ഇവിടെ സന്നിധാനത്തും ശബരിപീഠം EMC 7-ലുമായി നമ്മുടെ ഈ അയ്യപ്പയുടെയും PRPCയുടെയും മണ്ഡലമുള്ള ഫിസിയോതെറാപ്പി ക്ലിനിക്കുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് IFT, ടെൻസ്, അതേപോലെ അൾട്രാസൗണ്ട്, ഇതുപോലുള്ള പെയിൻ മൊഡാലിറ്റീസിന് സഹായിക്കുന്ന മെഷീൻസുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പെയിൻ റിലീഫിനും മസിൽ സ്പാസം അതുപോലെയൊക്കെയുള്ള സഡനായിട്ടുള്ള കാര്യങ്ങൾ റിലീഫിനായിട്ടുള്ള മെഡിസിൻസ് അടക്കം നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മളിതെല്ലാം അയ്യപ്പന്മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മസിൽ ക്രാംസ് ആണ്. മസിൽ ക്രാംസ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് വരുന്നത് ശരീരത്തിലെ ജലാംശം കുറയുമ്പോഴും അതേപോലെ തന്നെ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റും പത്തനംതിട്ട റീഹാബിലിറ്റേഷൻ പാലിയേറ്റീവ് കെയർ സെന്ററും ചേർന്ന് ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെയാണ് കേന്ദ്രങ്ങൾ തുറന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.